മണാശ്ശേരി ചുള്ളിക്കാപ്പറമ്പ് റോഡിൽ തെയ്യത്തുംകടവിൽ നിർമ്മാണത്തിലിരിക്കുന്ന റോഡിൻ്റെ മതിലിടിഞ്ഞു വീണു. വ്യാഴാഴ്ച വൈകിട്ട് പെയ്ത കനത്ത മഴയിലാണ് 30 മീറ്ററോളം ഭാഗത്തെ റോഡിൻ്റെ മതിലിടിഞ്ഞത്. സംഭവം വിവാദമായതോടെ ഇടിഞ്ഞ ഭാഗം പുനർനിർമ്മിക്കുന്ന പ്രവൃത്തിക്കും തുടക്കമായി. മണാശ്ശേരി ചുള്ളിക്കാപ്പറമ്പ് റോഡിൽ തെയ്യത്തുംകടവിലാണ് നിർമ്മാണത്തിലിരിക്കുന്ന റോഡിൻ്റെ മതിലിടിഞ്ഞു വീണത്. വ്യാഴാഴ്ച വൈകുന്നേരം പെയ്ത കനത്ത മഴയിലാണ് 30 മീറ്ററോളം ഭാഗത്തെ മതിലിടിഞ്ഞത്. അശാസ്ത്രീയമായ നിർമ്മാണമാണ് റോഡിൻ്റെ മതിലിടിയാൻ കാരണമെന്നാണ് ആക്ഷേപം. കോടികൾ മുടക്കി മണാശ്ശേരി ചുള്ളിക്കാപ്പറമ്പ് റോഡിൻ്റെ നിർമ്മാണം പൂർത്തിയായെങ്കിലും സ്ഥലം വിട്ടുകിട്ടാത്തതിനെ തുടർന്ന് തെയ്യത്തുംകടവ് കൊടിയത്തൂർ റോഡിൽ 1 കിലോമീറ്ററോളം ഭാഗത്തെ പ്രവൃത്തി തടസ്സപ്പെട്ട് കിടക്കുകയായിരുന്നു. അതിനിടെ കൊടിയത്തൂർ വില്ലേജ് ഓഫീസ് വരെയുള്ള ഭാഗത്തെ സ്ഥലം വിട്ടുകിട്ടിയതോടെ മാസങ്ങൾക്ക് മുമ്പ് നിർമ്മാണവും തുടങ്ങി. എന്നാൽ ഇടയ്ക്ക് പ്രവൃത്തി നിലയ്ക്കുകയും പ്രദേശവാസികളും UDFും പ്രതിഷേധവുമായി എത്തുകയും ചെയ്തതോടെ അടുത്തിടെയാണ് വീണ്ടും പ്രവൃത്തി ആരംഭിച്ചത്. ഈ പ്രവൃത്തിയുടെ ഭാഗമായി നിർമ്മിച്ച മതിലാണ് പൊളിഞ്ഞു വീണത്. ഇതോടെ റോഡിൻ്റെ സുരക്ഷ സംബന്ധിച്ചും ആശങ്ക ഉയർന്നിട്ടുണ്ട്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് നിർമ്മാണ പ്രവൃത്തി നടത്തിവരുന്നത്. പൊളിഞ്ഞ ഭാഗത്തെ നിർമ്മാണം വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. മാസങ്ങൾക്ക് മുമ്പ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി പ്രവൃത്തി ഏറ്റെടുത്ത കോട്ടമൊഴി പാലത്തിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ സംരക്ഷണ ഭിത്തിയും നിരവധി തവണ തകർന്നിരുന്നു. തൊട്ടടുത്ത കൂളിമാട് പാലത്തിൻ്റെ ബിയും നിർമ്മാണ സമയത്ത് പുഴയിലേക്ക് പതിക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ, മുക്കം.